ഹലോ, നമുക്ക് നമ്മുടെ സ്റ്റോറി തുടങ്ങിയാലോ? നീലന്റെ വീട്ടിൽ നിന്നും അപ്പു പുറത്തേക്ക് ഇറങ്ങി ഓടി. അപ്പോഴാണ് തനിക്ക് നേരെ റോഡിലൂടെ നടന്നു വരുന്ന രാഹുലിനെ കണ്ടത്. രാഹുലേട്ടാ, ഒരു നോക്ക് കാണാൻ ഞാൻ എത്ര കാലായി നടക്കണു. അപ്പൊ ഈ സമയത്താണല്ലേ നടത്തം? ബട്ട് ഐ ആം റിയലി സോറി. നേരത്തെ എണീറ്റുള്ള ദർശന സുഖമൊന്നും ഈ അപൂർണയ്ക്ക് വേണ്ട, അവൾ മനസ്സിൽ പറഞ്ഞ് റോഡ് സൈഡിലൂടെ നടന്നു. രാഹുൽ അടുത്തെത്തിയതും അവൾ മുഖം തിരിച്ച് വേറെ എങ്ങോട്ട് നോക്കി നടന്നു. നമ്മൾ കോഴിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ലല്ലോ, മാത്രമല്ല ആൾക്ക് തന്നെ അറിയുകയും കൂടി ഇല്ല. അവൾ വീട്ടിലെത്തി പാത്രം അടുക്കളയിൽ വെച്ചപ്പോഴാണ് റൂമിൽ നിന്നും ഫോൺ റിങ് ചെയ്യുന്നു കേട്ടത്. നോക്കിയപ്പോൾ ആദുമ്മയാണ്. അവൾ ഫോണിൽ സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു. ചായയും എടുത്ത് ഉമ്മറത്തേക്ക് വന്നു. ഇന്നെന്താടി നീ പോണില്ലേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ചോദിച്ചു. ആദുമ്മയ്ക്ക് വയറുവേദനയാ, അതുകൊണ്ട് ഞാനിന്ന് പോണില്ല. അതിന് നിനക്ക് ക്ലാസ്സിൽ പോയിക്കൂടെ? അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോയേ. ഈ ചീറ്റ് ഇമ്പോസിബിൾ മമ്മി. എൻ്റെ അതുമ്മ ഇല്ലാതെ ഈ അപൂർണ കോളേജിൽ പടി ചവിട്ടില്ല. അമ്മയ്ക്കിന്ന് പണിയുണ്ടാ? ഞാൻ ഇറങ്ങാൻ നിൽക്കുക. നീ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, അതെന്തായാലും നന്നായി. നല്ല വെയിലാവുമ്പോഴേക്കും പശുവിനെ കൊണ്ടുവന്ന് കെട്ടണം. പിന്നെ ഇടയ്ക്ക് കോഴിക്കൂട്ടി മുട്ടയിട്ടൊന്ന് നോക്കണം. കണ്ണ് തെറ്റിയാലേ കാക്ക കൊണ്ടുപോകും. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്, അവറ്റങ്ങൾ പറമ്പിലേക്ക് പോവാതെ നോക്കണം. അപ്പുറത്തെ വീട്ടിലെ പത്തി പിടിക്കും. മഴ വന്ന് തുണിയെടുക്കണം. പിന്നെ മതി എൻ്റെ അമ്മേ, ഞാനെന്താ ബംഗാളിയാ ഇങ്ങനെ പണികൾ തരാൻ? പണികൾ കണ്ടറിഞ്ഞ് ചെയ്യണ സ്വഭാവം എൻ്റെ കുട്ടിക്കില്ലല്ലോ, അതാ പറഞ്ഞേ. അമ്മ അത് പറഞ്ഞ് തിരക്കിട്ട് പുറത്തേക്ക് പോയി. അമ്മ വീടിനടുത്ത് തൊഴിലുറപ്പ് പണിക്ക് പോകുന്നുണ്ട്. അച്ഛനും ഏട്ടനും രാവിലെ തന്നെ പണിക്ക് പോയി. അപ്പു ചായ കുടിച്ച് അകത്തേക്ക് പോയി. വാതിലടച്ച അടുക്കളയിലേക്ക് നടന്നു. ചോറ് കഴിച്ച ശേഷം ഫോണും എടുത്ത് റൂമിലേക്ക് വന്നു. ഫോണിൽ കളിച്ചപ്പോഴും ഉറങ്ങിപ്പോയി. തുടർച്ചയായി ഡോറി തട്ട് കേട്ടാണ് വാതിൽ തുറന്നത്. നോക്കിയപ്പം അമ്മേച്ചി നോക്കി പേടിപ്പിക്കണോ? സമയം നോക്കിയപ്പോൾ 1 മണി. ഓ മൈ ഗോഡ്, ഐ ആം ട്രാപ്ഡ്. പിന്നെ അവിടെ നിന്ന് ചീത്തയുടെ പൂരായിരുന്നു. അമ്മ വരുമ്പോ പറമ്പിൽ കെട്ടിയിരിക്കുന്ന പശുക്കളുടെ കയറുകൾ തമ്മിൽ കെട്ടുപണഞ്ഞ് കിടക്കായിരുന്നു. അവറ്റകളെ അഴിച്ച് തഴുത്തി കെട്ടിയപ്പോ കോഴിക്കൂട്ടിൽ നിന്ന് കാക്ക മുട്ടയെടുത്ത് പറന്നു പോണു. പുറത്ത് വിട്ട കോഴിക്കുഞ്ഞ് 2 എണ്ണം മിസ്സിങ്. അന്നത്തെ പുറത്തിന്റെ വകയുണ്ടായിരുന്നു. അമ്മയുടെ ദേഷ്യം മൊത്തം തീർത്ത് പാവം പാത്രങ്ങളുടെ മേലായിരുന്നു. ഇനി ഒരു റിസ്ക് കൂടി എടുക്കാൻ വയ്യാത്ത കാരണം അമ്മ പോയി കഴിഞ്ഞാൽ അലാറം വെച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നേ. അലാറം അടിച്ച് വേഗം എഴുന്നേറ്റ് പശുക്കളെ പാടത്ത് കൊണ്ടുപോയി കെട്ടി. ബാക്കി പണികളെല്ലാം തീർത്ത് ചായ എടുത്ത് ടി വിക്ക് മുന്നിരുന്നു. സൂര്യ മ്യൂസിക് വെച്ചപ്പോഴാണ് മറ്റന്നാ ഉള്ള ഗ്രൂപ്പ് സോങ് സെലക്ഷന്റെ കാര്യം ഓർമ്മ വന്നേ. അവൾ ഫോൺ എടുത്ത് പാട്ടുകൾ നോക്കാൻ തുടങ്ങി. ഗരഹര പ്രിയ, അതാണ് മനസ്സിലേക്ക് ആദ്യം വന്നത്. വേഗം ഗൂഗിളിൽ കയറി ലിസ്റ്റ് ഓഫ് മലയാളം സോങ്സ് ഓഫ് രാഗ ഗരഹര പ്രിയ എന്ന് ടൈപ്പ് ചെയ്തും സോങ്സ് വന്നു. ഇതൊക്കെ ഏതാ പാട്ടീശ്വര? അറിയാവുന്നൊന്നും പോലും ഇല്ലല്ലോ. കിട്ടിപ്പോയി. എവിടെ പോയി മറിഞ്ഞു കിടക്കുന്ന ശ്രീരാഗക്കൂട്ടാ? നിന്നെ വെച്ച് തിങ്കളാഴ്ച ഞാൻ ഒരു കലക്ക് കലക്കും. അപ്പു, കുറച്ച് വെള്ളം എടുത്തേ. പണി മാറ്റി വന്ന അച്ഛൻ മുറ്റത്തു നിന്നും വിളിച്ചു പറഞ്ഞു. അവള് പഠിക്കുക, വെള്ളം ഞാൻ എടുത്തു തരാം. അമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞതും അച്ഛൻ ഞെട്ടി. കൂടെ അരുണും. പരസ്പരം ഒന്ന് നോക്കിയ ശേഷം ആ അത്ഭുത രംഗം ഒന്ന് കാണാൻ രണ്ടും അകത്തേക്ക് ഓടി. ചാരിയിട്ട വാതിൽ പതിയെ തുറന്നു നോക്കിയപ്പോ എന്തോ കാര്യമായിട്ട് ബുക്കിൽ എഴുതുകയാണ് കക്ഷി. എന്നാലും ഇത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല അച്ഛാ. വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി അരുൺ പറഞ്ഞു. ഇതെല്ലാം കേട്ട് മറ്റന്നാളത്തേക്ക് പാടാനുള്ള സിനിമാ പാട്ട് നോട്ട് ബുക്കിന്റെ ബാക്കിൽ എഴുതിയെടുക്കുന്ന അപ്പോ ഊരിച്ചിരിച്ചു. അന്നത്തെ ദിവസം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. പിറ്റേ ദിവസം അമ്മ പാല് കൊണ്ടുപോയി കൊടുക്കാൻ അമ്മ അവളെ വിളിച്ചില്ല. അതുകൊണ്ട് തന്നെ അവളെ എണീറ്റതുമില്ല. പാല് കൊണ്ടുപോയി കൊടുത്ത അമ്മയുടെ ശബ്ദം കേട്ടാണ് അപ്പു കണ്ണു തുറന്നത്. ചെവി ഒന്ന് കൂർപ്പിച്ചപ്പോഴാണ് സംസാര വിഷയം നീലനാണെന്ന് മനസ്സിലായത്. അപ്പൊ പതിവില്ലാതെ ഇന്ന് രാവിലെ അമ്മ പാല് കൊടുക്കാൻ പോയത് പെണ്ണ് കാണൽ വിശേഷം തിരക്കാനാണല്ലേ? ഈ ടിപ്പിക്കൽ ഗ്രാമവാസി അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. അവൾ പതിയെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വന്നു. എന്താണെന്തേട്ടാ, ആ കൊച്ചിനെ ഒന്ന് കാണണം. എന്നാ ചന്താണെന്നേ, കാർത്തിക് കുഞ്ഞിന് വേണ്ടി ജനിച്ച പോലെ. സ്കൂൾ ടീച്ചറാണത്രേ. ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവം കൊച്ചാന്ന്. ഈ ആലോചന മിക്കവാറും ഉറപ്പിക്കുന്ന മട്ടാണ്. കാർത്തിക് കുട്ടീനെ ഇഷ്ടായാ? ഉമ്മറത്തെ ചെയറിൽ ഇരുന്ന് ചായ കുടിക്കുന്ന അരുൺ ചോദിച്ചു. അത് ഞാൻ ചോദിച്ചില്ല.
അല്ലെങ്കിൽ എന്താ ഇപ്പൊ ചിത്ര ചോദിക്കാൻ? കാർത്തിക്കുഞ്ഞിന് നല്ല ചേർച്ചയാ. പിന്നെ തറവാട്ട് മഹിമയുടെ കാര്യം പറയണ്ട, എറണാകുളത്തെ ഏതോ വലിയ തറവാട്ടിലെ കുട്ടിയാ. ഇതെല്ലാം കേട്ട് അപ്പു ഒന്ന് പുച്ഛിച്ചോണ്ട് അടുക്കള ഭാഗത്തേക്ക് വന്നു. രാഹുലേട്ടന് ഉടനെ ആർമി സെലക്ഷൻ കിട്ടിയ ട്രെയിനിങ്ങിന് പോവും. ഇനി നീലന്റെ കല്യാണം കൂടെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? വേഗം ഒരു ലൈൻ സെറ്റാക്കണം. ഈ സിമ്പിൾ ജീവിതം മടുത്തു. പല്ല് തേച്ച് അപ്പു കാര്യമായി ചില തീരുമാനങ്ങൾ എടുത്തു. ഉറക്കവും ഫോണിൽ കളിയുമായി അന്നത്തെ അപ്പുവിന്റെ ദിവസം വേഗത്തിൽ കടന്നുപോയി. നീല, തോളി തട്ടിയുള്ള ഭാനുമ്മയുടെ വിളി കേട്ട് നീലൻ ചെവിയിൽ നിന്നും എയർപോർട്ട് എടുത്ത് അഴിച്ചു മാറ്റി. എന്താ വല്യമ്മ, കിടന്നില്ലേ ഇത്ര നേരമായിട്ടും? ഇല്ല കുട്ടിയെ, ഞാൻ കിടക്കാൻ പോവായിരുന്നു. ഉമ്മറത്തെ വാതിൽ അടയ്ക്കാൻ വന്നപ്പോഴാ നീ ഇവിടെ ഇരിക്കണ കണ്ടേ. ഞാൻ വെറുതെ പാട്ട് കേട്ടിരിക്കുകയായിരുന്നു. വല്യമ്മ പോയി കിടന്നോളൂ, ഞാൻ വാതിൽ അടച്ചോളാം. നീല, വല്യമ്മ അവന്റെ അരികിലായിരുന്നു. ഇന്നലെ എറണാകുളത്ത് പോയി വന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ നീ. ആ കുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കേണ്ട തീരുമാനം ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്ക് ആലോചന താല്പര്യം ഉണ്ടെന്ന്. ഏയ്, ഇപ്പൊ ഒന്നും അറിയിക്കണ്ട വല്യമ്മ. അതെന്താ കുട്ടിയെ, നിനക്ക് ഇഷ്ടായില്ലേ മോളെ? അതല്ല, അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇന്നലെ ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. അവിടെ എല്ലാം തെറ്റിക്കിടക്കുമല്ലേ, ഉടൻ ജപ്തി ഉണ്ടാവുന്നു. ഉടൻ പണം തിരിച്ചടയ്ക്കാൻ. എന്റെ കൃഷ്ണ, എന്താ ഞാൻ ഈ കേക്കണേ? ജപ്തിയാ? മുതലും പലിശയും ചേർത്ത് 1 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യാ? അന്നേ ഏട്ടനോട് ഞാൻ പറഞ്ഞതാ, തറവാട് സ്വത്ത് പണയം വെച്ച് നാട്ടുകാരെ സഹായിക്കാൻ നിക്കണ്ടാന്ന്. കഴിഞ്ഞോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീലൻ അകലേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസം എടുത്തു. നീ ഇനി ആലോചിച്ച് സങ്കടപ്പെടണ്ടത്. 1 ഏക്കർ സ്ഥലല്ലേ, അത് പോവട്ടെ എന്ന് വെക്കാം. വല്യമ്മ എന്തീ പറയണേ? അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണാ അത്. അതങ്ങനെ എളുപ്പത്തിൽ വിട്ടുകളയാൻ പറ്റില്ല. ഈ തറവാട് വിറ്റിട്ടാണെങ്കിലും എനിക്ക് ആ ഭൂമി തിരിച്ചു പിടിക്കണം. നീല, എന്തു മണ്ടത്തര കുട്ടി നീ പറയണേ? തറവാട് വിറ്റിയേ? വല്യമ്മ എതിർക്കരുത്, എന്റെ കൂടെ നിൽക്കണം. പിന്നീട് കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു. വല്യമ്മ നാളെ എപ്പോഴാ പോകുന്നേ? നാളെ വെളുപ്പിനെ ഇറങ്ങണം. അവിടെ അച്ഛനും മാസം തികഞ്ഞിരിക്കല്ലേ. ചെന്ന് കിടന്നോളൂ വല്യമ്മ. അത് കേട്ട് അവർ അകത്തേക്ക് നടന്നു. നീലൻ വീണ്ടും പാട്ട് കേട്ട് അകലേക്ക് നോക്കിയിരുന്നു. ഇന്നെന്താ മംഗലശ്ശേരി നീലകണ്ഠ സാരിഗമ പതിനില്ലല്ലോ. പാലുമായി വന്ന അപ്പു ഉമ്മറത്തേക്ക് ആരും കാണാതായപ്പോൾ അടുക്കള ഭാഗത്തേക്ക് നടന്നു. പാലൊഴിക്കാനുള്ള പാത്രം അടുക്കള ഭാഗത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പു പാല് പാത്രത്തിൽ ഒഴിച്ച് വീട്ടിലേക്ക് നടന്നു. അയ്യേ, ഈ പാട്ടാ എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പു, ഞാൻ വേറെ പാട്ട് പാടാം. അപ്പുവിന്റെ കയ്യിലെ പേപ്പർ തിരികെ കൊടുത്തോണ്ട് ആരതി പറഞ്ഞു. ഇതിനെന്താ കുഴപ്പം, നല്ല പാട്ടല്ലേ? എനിക്കും ഇതൊന്നും കിട്ടില്ല അപ്പൂട്ടാ, ഞാൻ വേറെ പാട്ട് ആലോചിക്കാം. കിട്ടിയപ്പു മോളെ, ഒരു അടിപൊളി പാട്ട്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ആദമ്മ പറഞ്ഞു. ഏതാണോ പാട്ട്? വേണം ചിങ്ങത്തി കല്യാണം, വാവേ വീട്ടീന്ന് ചാടണ്ടേ, കെട്ടാനായി ഏട്ടൻ വെമ്പുന്നു, വാവ ചിന്നി കൂടെ പോരില്ലേ. ആഹാ, നല്ല ബെസ്റ്റ് പാട്ട്. പക്ഷേ ഇത് പോയി പാടേണ്ടത് നിന്റെ അച്ഛന്റെ മുന്നിലാ. വേറെ നല്ല പാട്ട് പറവണ്ണേ. എന്നാ ഞാൻ എന്റെ അരുണേട്ടന്റെ ഫേവറേറ്റ് സോങ് മുൻപേ വാ എന്ന അൻപേ വാ പാടാം. ഓരോന്ന് പറഞ്ഞ് രണ്ടുപേരും കോളേജിന് മുന്നിലേക്ക് എത്തി. ഇന്നെന്താ ഇതിനകത്തേക്ക് കയറിയപ്പോ പതിവില്ലാത്തൊരു പോസിറ്റീവ് എനർജി? പെൺപിള്ളേരെ മുഖത്തും നല്ല സന്തോഷം ആണല്ലോ. ചുറ്റും നോക്കി ആദമ്മ പറഞ്ഞു. ദേ, അതാണ് പോസിറ്റീവ് എനർജി. കോളേജ് പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്ന നീലന്റെ കാറിലേക്ക് ചൂണ്ടിക്കൊണ്ട് അപ്പു അത് പറഞ്ഞത്. കാർത്തിയേട്ടൻ നേരത്തെ വന്നു? ഉച്ചക്കല്ലേ സെലക്ഷൻ? നേരത്തെ വന്ന എല്ലാ പെൺപിള്ളേരും കാണാലോ. രാവിലെ എണീറ്റത് ഇവിടത്തേക്ക് വന്നു തോന്നുന്നു. അപ്പു പിറുപിറുത്തോണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. ലഞ്ച് ബ്രേക്കിനാണ് സെലക്ഷൻ. ക്ലാസ്സിലെ പിള്ളേർ ഫുഡ് പോലും കഴിക്കാതെയാണ് അവിടേക്ക് ഓടിയത്. അപ്പു ആദ്യമേ ഫുഡെല്ലാം കഴിച്ചെത്തുമ്പോഴേക്കും ഒരുവിധം തിരക്കെല്ലാം കുറഞ്ഞിരുന്നു. 10-60 പിള്ളേർ വന്നുവെങ്കിൽ അതിൽ നിന്ന് ആകെ 12 പേരെ മാത്രമേ സെലക്ട് ചെയ്യൂ. ആദുമ്മയും അപ്പും കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തുമ്പോൾ അനഘയുടെ പാട്ടായിരുന്നു. അവളുടെ പാട്ടിൽ എല്ലാവരും ലയിച്ചു നിൽക്കുമായിരുന്നു. ഓഡിറ്റോറിയത്തിന്റെ ഒരു ഭാഗത്തായി ചെയറിൽ നീലരിയിരിക്കുന്നുണ്ട്. അവന്റെ തൊട്ടടുത്ത് മലയാളം ടീച്ചറും. 8-10 പിള്ളേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ.
അനഘയുടെ പാട്ട് കഴിഞ്ഞ ചുറ്റും കയ്യടികൾ ഉയർന്നു. എക്സലന്റ് അനഘ, വളരെ നന്നായിട്ടുണ്ട്. തനിക്ക് നല്ല ടാലന്റ് ഉണ്ട്. കീപ് ഗോയിങ്. നീലൻ അനഘയോടായി പറഞ്ഞതും അവൾ ആകെ ഒന്ന് പൊങ്ങി. അയ്യേ, ഇവളെന്തിനിങ്ങനെ ഓവർ എക്സ്പ്രഷൻ പറഞ്ഞേ? എക്സലന്റ് എന്നല്ല നീലം പറഞ്ഞേ, അല്ലാതെ വിൽ യു മാരി മീ എന്നല്ലല്ലോ. അപ്പു അസൂയ കൊണ്ട് ആകെ വിറക്കിയായിരുന്നു. ഇനി അതിന്റെ പേര് അസൂയങ്ങ തുടങ്ങണ്ട. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നീ ആദ്യം നടന്നോ. സെലക്ഷന് വരണമെന്ന് നിനക്കായിരുന്നില്ലേ നിർബന്ധം? ആദ്യം അവളെ മുന്നിലേക്ക് തള്ളിവിട്ടു. ആ, ഇതാരും അപൂർണയാ. അപ്പുവിനെ കണ്ടത് നീലൻ ഒരു നിറഞ്ഞ പുഞ്ചിരിച്ചു. കാർത്തി സാറിന് അറിയോ അപൂർണയെ? മലയാളം ടീച്ചറാണ് അത് ചോദിച്ചത്. പിന്നല്ലാതെ, ഞങ്ങൾ ഒരേ നാട്ടുകാരാ. പിന്നെ എന്റെ സ്റ്റുഡന്റും ആയിരുന്നു. ആണോ? എന്റെയും പണ്ടത്തെ സ്റ്റുഡന്റ് ആയിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും അപൂർണയ്ക്ക് നല്ല ഇൻട്രസ്റ്റാ. പിന്നെ ക്ലാസ് ടൈമിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് പ്രധാന ഹോബി. അതൊഴിച്ച വേറെ ഉപദ്രവങ്ങളൊന്നും അപൂർണയുടെ ഭാഗത്തു നിന്നില്ല. സാധാരണ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തനിക്ക് ഇത്ര സങ്കടാവില്ല. പക്ഷെ നീലന്റെ മുന്നിൽ വെച്ചായതുകൊണ്ട് അപ്പുവിന് വല്ലാതെ ഫീലായി. അവളൊന്നും മിണ്ടാതെ തല കുനിച്ചു. ടീച്ചർ എന്റെ കുട്ടിയെ വെറുതെ കളിയാക്കണ്ട. അപൂർണ നല്ല സ്മാർട്ടല്ലേ? അത് കേട്ടതും തല കുനിച്ചെന്ന് അപ്പു അവനെ ഒന്ന് നോക്കി. നീലൻ ഒരു ചിരിയോടെ അവളെ നോക്കി കണ്ണു ചിമ്മി. എന്നാൽ അപ്പു ശരിക്കും മറ്റൊരു ലോകത്തായിരുന്നു. പണ്ട് ട്യൂഷൻ പഠിക്കാൻ പോകുമ്പോ തൊട്ടുള്ള ദേഷ്യമാണ് നീലനോട്. പഠിക്കാത്തതിന് എന്നും അടി തരും. ആ ദേഷ്യം എന്തുകൊണ്ടോ എപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവനെ നേരിട്ട് കാണുമ്പോൾ ഓരോന്ന് പറഞ്ഞു വെറുപ്പിച്ചിരുന്നതും നീല എന്ന് പേരെടുത്ത് വിളിച്ചിരുന്നതും. പിന്നെ കാണാൻ ഇത്തിരി ലുക്ക് കൂടി ഉള്ളത് കൊണ്ട് അങ്ങ് ക്ഷമിച്ചു എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ അവന്റെ ആ പുഞ്ചിരി, എന്റെ കുട്ടി എന്നുള്ള വാക്ക് അവളുടെ കാതുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ഡി പിന്നിൽ നിന്ന് ആരതി തട്ടി വിളിച്ചപ്പോഴാണ് അവൾക്ക് സുബോധം വന്നത്. നീലൻ തന്റെ പാട്ട് കേൾക്കാനാണ് ഇരിക്കുന്നത്. പക്ഷെ സ്വരം പുറത്തേക്ക് വന്നില്ല. കൈയും കാലും വിറയ്ക്കുന്ന പോലെ ആകെ വിറയ്ക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ തന്റെ മേലേക്കാണെന്ന് മനസ്സിലായത് അപ്പു പാടാനായി തുടങ്ങി. ശ്രീ ശ്രീ രാഗമോ തേടുന്നു നീ. കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങിയതും അപ്പു താഴേക്ക് കുഴഞ്ഞു വീണു. അപ്പോഴേക്കും ആരതിയുടെ കൈകൾ അവളെ താങ്ങി പിടിച്ചിരുന്നു.